അച്ഛ ചായ അവിടെ വെച്ചേക്ക് മോളെ. അമ്മോ എന്തോ ഇനി വന്നേ, ദാ വരുന്നു കുഞ്ഞേ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എടോ മനോഹര, എത്ര നാളെ ഞാൻ പറയുന്നു നിനക്ക് ഡ്രസ് ചേരില്ലെന്ന്. പരമ്പരയുടെ പഴക്കമുണ്ട് സാബ് ഈ വേഷത്തിന്. ശരി ശരി, നീ പോയി ആ മാലയോട് ഇങ്ങോട്ട് വരാൻ പറയൂ. അച്ഛാ സാബ്. മാല മേഡം, ബുലാരെ സാ ബുലാരെ. എന്താ വിളിക്കുന്നു? എന്നെയല്ല, മാഡത്തെ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ടേക്ക് എ സീറ്റ്. ശരത് എന്റർപ്രൈസസിലേക്ക് നമ്മൾ അയച്ച കൊട്ടേഷനെ പറ്റി യാതൊരു വിവരമില്ലല്ലോ. കഴിഞ്ഞ 14-ാം തീയതി വരേണ്ടതാണല്ലോ സാർ. അതെ, പക്ഷേ ഇതുവരെ റിപ്ലൈ ഇല്ലല്ലോ. പ്രശാന്തുമായി മാല അന്ന് സംസാരിച്ചതല്ലേ? അതെ, ആ ഓർഡർ നമുക്ക് തരാമെന്ന് പറഞ്ഞാണല്ലോ. എങ്ങനെയും ആ ഓർഡർ നമ്മുടെ കൈക്ക് വരണം. അത് നമ്മുടെ കമ്പനിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അണ്ടർസ്റ്റാൻഡ്? മാല വിചാരിച്ചാൽ ആ ടെൻഡർ നമ്മുടെ കമ്പനിക്ക് തന്നെ കിട്ടും. ആ വിശ്വാസം എനിക്കുണ്ട്. ഞാൻ ശ്രമിക്കാം സാർ. മതി, ശ്രമിച്ചാൽ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സാർ, ഞാൻ പറഞ്ഞ ജോലിയുടെ കാര്യം മാല ഇത് ആവർത്തിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞതാ. ആ ജോലി മാലയുടെ സഹോദരന് തന്നെ. പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഇന്റർവ്യൂ വെച്ചെന്ന് മാത്രം. മാല ധൈര്യമായി പോയിക്കോളൂ. താങ്ക് യു സാർ. മാല ഇരിക്കൂ. താങ്ക് യു സാർ. ആ ഓർഡർ മാലക്കില്ലാത്ത ഓർഡറോ? ഇപ്പൊ തന്നെ ഇടപെടങ്ങ് തീർത്തേക്കാം. എന്താ? ഇതാ. താങ്ക് യു സാർ. ഇടയ്ക്കിടയ്ക്ക് ഓർഡർ കൊണ്ടുപോവാ. ഹേമേ, നീ ആ ഫ്ലൈറ്റ് ടിക്കറ്റ് എവിടെ വെച്ച്? ഓഫീസ് റൂമിലെ മേശവലിപ്പിൽ വെച്ചിരുന്നല്ലോ. ആ ശരി, അതേ എടുത്തോളാം. പിന്നെ നാളെ ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. രാജീവ് വന്നു കയറിയിലിരുന്ന് എത്ര പ്രാവശ്യം ഇത് പറഞ്ഞു. നാളത്തെ ഇന്റർവ്യൂവിന് രാജീവിന് പകരം ഞാൻ അറ്റൻഡ് ചെയ്യണം. ആ ജോലി മാലയുടെ സഹോദരൻ തന്നെ കൊടുക്കുകയും വേണം. അതല്ല, പിന്നെ നീ മറക്കരുതെന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ. മാലയൊരു പാവം പെണ്ണാണ്. അവള് നമ്മുടെ കമ്പനിക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. ശരി ശരി, മാലയുടെ സഹോദരന് തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തേക്കാം. പോരെ? മതി, ഉറങ്ങാൻ നോക്ക്. ശിവാനന്ദൻ. യെസ്. ഭാസ്കരൻ. യെസ് സർ. അശോക്.
ജോലി. വെറുതെ മനുഷ്യൻ നാണം കെടുത്താൻ. നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ഞാൻ സഹിച്ച കഷ്ടപ്പാട് ഓർത്തെങ്കിലും എന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. പഠിച്ചത് ഞാനല്ലേ. എന്റെ ചാരിത്രം പോലും നശിപ്പിച്ച് മാലേ തീർന്നില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ ഓർഡർ പിടിക്കാൻ നിങ്ങൾക്ക് മാല വേണം. അതേസമയം എന്റെ ഒരു കാര്യം വന്നപ്പോ സ്വന്തമായി ബന്ധമായി കൂടെ പഠിച്ചു കളിച്ചു വളർന്ന ചാരിത്രത്തിന്റെ കഥകൾ നിർത്തി മുതലക്കണ്ണീർ ഒഴുക്കണ്ട. എന്റെ ഭർത്താവിനെ മയക്കിയെടുത്ത് നിന്റെ ഏത് കാര്യവും സാധിക്കാമെന്ന വ്യാമോഹം ഇനി നടപ്പില്ല. എനിക്കൊന്നും അറിയില്ലെന്നായിരിക്കും നിന്റെ വിചാരം. മയക്ക് പോലും ഇത്ര ചീപ്പായി സംസാരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? അതെ, ഇക്കാര്യത്തിൽ ഞാൻ ചീപ്പ് തന്നെയാ. ഇനി കൂടുതലൊന്നും പറയണമെന്നില്ല. നിനക്ക് പോവാം. ബോസ് പറഞ്ഞനുസരിച്ചാണ് ഞാൻ സഞ്ജയനോട് വരാൻ പറഞ്ഞത്. യോഗ്യതയുടെ അടിസ്ഥാനത്തിലെ ജോലി കൊടുത്തിട്ടുള്ളൂ. എന്ത് യോഗ്യത? അതേ യോഗ്യതയല്ലേ എന്റെ സഹോദരൻ. തടിയും മണ്ണുമായിരിക്കും നിങ്ങൾ കണ്ട യോഗ്യത. അല്പം കൂടി മര്യാദയാവാം. എന്തിന്? എന്റെ ശരീരത്തിന്റെ മാംസം വിറ്റ് നിങ്ങളുടെ കമ്പനിക്ക് ഓർഡർ പിടിച്ചത് മര്യാദയിലൂടെ ആയിരുന്നില്ലല്ലോ. സത്യം പറയട്ടെ അമ്മു, നിന്റെ അടുത്ത് വരുമ്പോഴാണ് ആകെ എനിക്കൊരു മനസ്സമാധാനം കിട്ടുന്നത്. ായിട്ടില്ല. എന്താ പേടിച്ചു പോയോ? ഏയ് പേടിച്ചൊന്നുമില്ല. ഉറങ്ങാറായില്ലേ? എന്തോ ഉറക്കം വരുന്നില്ല. മനസ്സിന് ആകെ ഒരു അസ്വസ്ഥത. എനിക്കും. നമ്മുടെ പൂർവ്വകാലത്തെ കുറിച്ച് അശോക് ഓർക്കാറുണ്ടോ? ഉണ്ട്, വല്ലപ്പോഴും. പക്ഷേ ഇന്നെല്ലാം മറക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. മിക്കവാറും മറന്നു കഴിഞ്ഞ മട്ടിലും. അശോകിന് അതിന് കഴിയുമോ? കഴിയണം. കാരണം ഇന്ന് ഹേമ ഒരു ഭാര്യയാണ്. ഭാഗ്യവതിയായ ഭാര്യ. ഭാഗ്യവതിയായ ഭാര്യ. പണം, കാറ്, ബംഗ്ലാവ്, അന്തസ്, അഭിമാനം ഇതെല്ലാം വെച്ചുകൊണ്ടായിരിക്കും അശോക തീരുമാനത്തിലെത്തിയത് അല്ലേ? അല്ല, നിന്നെ ഒരു കാമുകിയുടെ സ്ഥാനത്ത് കാണാൻ ഇന്നെനിക്ക് കഴിയില്ല. എന്തുകൊണ്ട്? ഹേമ ഇന്ന് എന്റെ ബോസിന്റെ ഭാര്യയാണ്. ഒരു ഭാര്യയുടെ സ്ഥാനം സൂക്ഷിക്കാൻ ഹേമ പഠിക്കണം. പഠിക്കണമെന്ന് പറയാതെ സഹിക്കണമെന്ന് പറയാം. എല്ലാം സഹിച്ചു മതിയായി. എത്ര കാലം എന്ന് വെച്ചാ ഞാനൊരു ഭാര്യ മാത്രമല്ല, ഒരു സ്ത്രീയും കൂടിയാണ്. എനിക്കുണ്ട് വികാരങ്ങളും വിചാരങ്ങളും. എന്നെ മനസ്സിലാക്കാൻ അശോകിന് കഴിയുമെന്ന് ഞാൻ കരുതി. എന്നിലെ സ്ത്രീയെ, എന്റെ വികാരത്തെ അത് മനസ്സിലാക്കാൻ എന്റെ ഭർത്താവിന് കഴിയില്ല. അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ. ഒരു മൂന്നാമനായ എന്നോട് അശോകിനെ ഒരു മൂന്നാമനായി കാണാൻ എനിക്ക് കഴിയില്ല. കഴിഞ്ഞേ പറ്റൂ. ഇതൊക്കെ തെറ്റാണ്. ഇത് തെറ്റാണെങ്കിൽ അത് ആവർത്തിക്കാൻ എനിക്ക് മടിയില്ല. അശോകിനെ അറിയാമോ, ഒരു സ്ത്രീക്ക് അവളുടെ സ്ത്രീത്വത്തെ ആദ്യമായി തൊട്ടുണർത്തിയ പുരുഷനെ ഒരിക്കലും മറക്കാനൊക്കില്ല. ദേവി, ഇത് ഹേമ പോണം. ആരെങ്കിലും ഇത് അറിഞ്ഞാൽ? ആരെങ്കിലും അറിഞ്ഞാലല്ലേ? അറിഞ്ഞില്ലെങ്കിലോ? അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഹേമ പോണം. നിങ്ങളെ പഴയ ഹേമയായി കാണാൻ ഈ ജന്മം എനിക്ക് കഴിയില്ല. കഴിയരുത്. അശോക്, ഞാൻ പ്ലീസ്.